ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ ഇന്ന് 9th ഏപ്രിലാണ്. അപ്പോൾ യെസ്റ്റർഡേ വരെ ഉണ്ടായിരുന്ന ന്യൂസ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ന്യൂസ്, മധുക്രാന്തി പോർട്ടൽ ആൻഡ് ഹണി കോർണേഴ്സ് ഓഫ് നാഫെഡ് ലോഞ്ച്ഡ്. നാഫെഡ് എന്ന് വെച്ചാൽ നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. അത് ന്യൂഡൽഹിയിലാണുള്ളത്. അപ്പോൾ മധുക്രാന്തി പോർട്ടൽ ആൻഡ് ഹണി കോർണേഴ്സ് അത് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മധുക്രാന്തി പോർട്ടൽ ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് നാഷണൽ ബീ ബോർഡ് അണ്ടർ ദ നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്റ്ററായ നരേന്ദ്ര സിംഗ് തോമറാണ് ഇത് ലോഞ്ച് ചെയ്തത്. മധുക്രാന്തി പോർട്ടൽ ആൻഡ് ഹണി കോർണർ ഓഫ് നാഫെഡ് ന്യൂഡൽഹിയിലാണത് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത ആളുടെ പേരാണ് നരേന്ദ്ര സിംഗ് തോമർ. അദ്ദേഹം അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്റ്ററാണ്. അപ്പോൾ നാഫെഡിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. നാഫെഡിൻ്റെ ഫുൾ ഫോം നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 October 1958 അത് ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണുള്ളത്. ചെയർമാൻ ബിജേന്ദ്ര സിംഗ് ആണ്. അടുത്ത ന്യൂസ്, ഭാരതി എയർടെൽ സെൽസ് 800 MHz സ്പെക്ട്രം ഇൻ 3 സർക്കിൾസ് ടു റിലയൻസ് ജിയോ ഫോർ 1037.6 crore rupees. അപ്പോൾ ഇത്രയും രൂപയ്ക്ക് 800 MHz സ്പെക്ട്രം ഭാരതി എയർടെൽ റിലയൻസ് ജിയോന് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിലയൻസ് ജിയോ ഹാസ് സൈൻഡ് എ ഡെഫിനിറ്റീവ് എഗ്രിമെൻറ്റ് വിത്ത് ഭാരതി എയർടെൽ ഫോർ അക്വിസിഷൻ ഓഫ് എ റൈറ്റ് ടു യൂസ് സ്പെക്ട്രം in the 800 MHz band in 3 circles through spectrum trading. The transferred spectrum comprises those in Andhra Pradesh. Andhra Pradesh ഇത്ര മെഗാഹെർട്സ്, ഡൽഹിയിൽ ഇത്ര മെഗാഹെർട്സ്, മുംബൈയിൽ ഇത്ര മെഗാഹെർട്സ്, 2.5 MHz. അപ്പോൾ the aggregate value for the right to use this spectrum is 1497 crore rupees. അപ്പോൾ ശരിക്കുള്ള ഒരു അഗ്രിഗേറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1497 രൂപയാണ് ഇതിൻ്റെ യൂസ് ചെയ്യാനുള്ള വില എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതി എയർടെൽ 800 MHz സ്പെക്ട്രം 1037.6 കോടി രൂപയ്ക്ക് റിലയൻസ് ജിയോന് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാരതി എയർടെലിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഭാരതി എയർടെൽ ഫൗണ്ടേഷൻ ഇയർ എന്ന് വെച്ചാൽ 7th July 1995 അതിൻ്റെ ഫൗണ്ടർ സുനിൽ ഭാരതി മിട്ടലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ CEO, ഇപ്പോഴത്തെ CEO ഗോപാൽ വിട്ടലാണ്. MD ആൻഡ് CEO ഗോപാൽ വിട്ടൽ. അടുത്ത ന്യൂസ്, യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് PLI, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫോർ ACs, എയർ കണ്ടീഷണേഴ്സ് ആൻഡ് LED ലൈറ്റ്സ് ടു ക്രിയേറ്റ് 4 lakh ജോബ്സ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷത്തിലധികം ജോബ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ എക്സ്പോർട്സ് 64,400 കോടി രൂപയ്ക്ക് എക്സ്പോർട്സ് നടത്താനും വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം AC-ക്കും LED ലൈറ്റ്സിനും വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദ ഗവൺമെൻറ് അപ്രൂവ്ഡ് എ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫോർ വൈറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ AC LED ലൈറ്റ്സ് ആണ്. വിത്ത് എ ബഡ്ജറ്ററി ഔട്ട്ലേ ഓഫ് 6,238 crore. The production linked incentive scheme for white goods shall extend an incentive of 4% to 6% on incremental sales of goods manufactured in India for a period of 5 years. അപ്പോൾ ന്യൂസ് ഇത്രയേ ഉള്ളൂ. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫോർ ACs ആൻഡ് LED ലൈറ്റ്സ് ടു ക്രിയേറ്റ് 4 lakh ജോബ്സ്, 4 ലക്ഷം ജോബ്സും അതേപോലെ എക്സ്പോർട്സ് 64,400 കോടി രൂപയുടെ എക്സ്പോർട്സും നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ന്യൂസ്, ഗവൺമെൻറ് അപ്പോയിൻറ്റ്സ് എസ് രാമൻ ആസ് സിഡ്ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ സിഡ്ബിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് എസ് രാമൻ. അപ്പോൾ the government has appointed S. Raman as the chairman and managing director of Small Industries Development Bank of India. The appointment is for a period of 3 years. 3 വർഷത്തേക്കാണ് ഈ അപ്പോയിൻമെൻറ്റ്. അസ്യൂമിങ് ചാർജ് ഏറ്റെടുത്ത 3 വർഷത്തേക്ക്, ആ ഡേറ്റ് തൊട്ടിട്ട് 3 വർഷത്തേക്കാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. രാമൻ 1991 ബാച്ച് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഓഫീസറാണ്. ഹു ഈസ് കറൻ്റ്ലി ദ CEO ഓഫ് എ നാഷണൽ ഗവർണൻസ് സർവീസസ് ലിമിറ്റഡ്, ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഫർമേഷൻ യൂട്ടിലിറ്റി. അപ്പോൾ ഇത്രയുള്ളൂ ന്യൂസ്. സിഡ്ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് എസ് രാമനെ അപ്പോയിൻറ്റ് ചെയ്തു ഗവൺമെൻറ്.
അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബിയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. സിഡ്ബി ഫൗണ്ടഡ് 2 April 1990 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്നൌവിലാണ്. അതിൻ്റെ ചെയർമാൻ എസ് രാമനാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എസ് രാമനാണ്. അടുത്ത ന്യൂസ്, നേത്ര കുമാനൻ ക്രിയേറ്റ്സ് ഹിസ്റ്ററി ബൈ ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സെയിലർ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്. അപ്പോൾ ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സെയിലറായി നേത്ര കുമനൻ. അപ്പോൾ ഇന്ത്യസ് നേത്ര കുമനൻ ഹാസ് വിർച്വലി ക്വാളിഫൈഡ് ഫോർ ടോക്കിയോ ഒളിമ്പിക്സ് ഇൻ ദ ലേസർ റാഡിക്കൽ ക്ലാസ് ഓഫ് ദ ഏഷ്യൻ ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ ചാമ്പ്യൻഷിപ്സ്. ചെന്നൈ ബേസ്ഡ് സെയിലറാണ് നേത്ര കുമനൻ. ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ, ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആണ് ടു വിൻ വേൾഡ് കപ്പ് മെഡൽ ഇൻ ഹെംപെൽ വേൾഡ് സീരീസ് മയാമി USA. അപ്പോൾ നേത്ര കുമനൻ ക്രിയേറ്റ്സ് ഹിസ്റ്ററി ബൈ ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സെയിലർ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്. ആ ഒളിമ്പിക്സ് നടക്കുന്നത് ടോക്കിയോയിൽ വെച്ചിട്ടാണ്, ജപ്പാൻ്റെ ക്യാപിറ്റലായ ടോക്കിയോ ഒളിമ്പിക്സ് എന്നാണ് അതിന് പറയുക. ടോക്കിയോ ഒളിമ്പിക്സിന് ക്വാളിഫൈ ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ സെയിലറാണ് ഇങ്ങനെ ഒരു ഒളിമ്പിക്സിന് ക്വാളിഫൈ ആവണത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റ്സ് അപ്പ് GSAP ഫോർ ഓർഡർലി ഫങ്ഷനിങ് ഓഫ് എ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഓർഡർലി ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് GSAP സെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് പുട്ടിംഗ് ഇൻ പ്ലേസ് എ സെക്കൻഡറി മാർക്കറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അക്വിസിഷൻ പ്രോഗ്രാം ഓർ GSAP 1.0 for this financial year to enable an orderly evolution of the yield curve. അപ്പോൾ the monetary policy committee of the Reserve Bank held the repo rate at 4% in April policy. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് ദ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് 4% നിർത്തിയെന്നാണ് ഹെൽഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റ്സ് അപ്പ് GSAP. അപ്പോൾ GSAP സെറ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഡർലി ഫങ്ഷനിങ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിന് വേണ്ടിയിട്ട് GSAP സെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് റിസർവ് ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. റിസർവ് ബാങ്കിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 April 1935 ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതിൻ്റെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്ന് പറയുന്നത് MK ജെയിൻ. ഇപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്തു, അയാളുടെ പേരാണ് BP കണുങ്കോ, റിട്ടയർ ചെയ്തു. ബാക്കി 3 ആളാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് MK ജെയിൻ, സെക്കൻഡ് മൈക്കിൾ ദേബബ്രാത്ത പത്ര, പിന്നെ തേർഡ് M രാജേശ്വർ റാവു. പിന്നെ അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 4 സബ്സിഡറീസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGC, പിന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB, പിന്നെ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് BRBNMPL, പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് ഇഫ്താസ് IFTAS. അപ്പോൾ ഇത് 4 RBIയുടെ സബ്സിഡറികൾ. അതേപോലെ RBI ഓൺ ചെയ്യുന്ന 2 നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്. മൊത്തം 4 നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സാണുള്ളത്. അതിൽ 2 RBI ഓൺ ചെയ്യുന്നു, 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ്. അപ്പോൾ RBI ഓൺ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ പറയാം. മൈസൂർ, കർണാടകയിലത്തെ മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്തെ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഓൺഡ് ബൈ RBI ആണ്. അതേപോലെ വെസ്റ്റ് ബംഗാളിലത്തെ സാൽബോണി എന്ന് പറയുന്ന സ്ഥലത്തെ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സും RBI ഓൺ ചെയ്യുന്നതാണ്. പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള നോട്ട് പ്രിൻറ്റിംഗ് പ്രസ് ഞാൻ പറയാം. മധ്യപ്രദേശിലെ ദേവാസ് എന്ന് പറയുന്ന സ്ഥലവും മഹാരാഷ്ട്രയിലെ നാഷിക് എന്ന് പറയുന്ന സ്ഥലവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണുള്ളത്. അതേപോലെ ഗവൺമെൻറ് മിൻസ് ഉണ്ട്. ഗവൺമെൻറ് മിൻസ് മൊത്തം 4 സ്ഥലത്താണുള്ളത്. ആ 4 സ്ഥലങ്ങൾ ഞാൻ പറയാം. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ. ഈ 4 സ്ഥലങ്ങളിലാണ് ഗവൺമെൻറ് മിൻസ് കോയിൻസ് മിൻറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് മിൻസ് ഉള്ളത്. ഈ 4 സ്ഥലത്താണ്: മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് ആൻഡ് നോയിഡ. പിന്നെ RBIയുടെ സബ്സിഡറിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഫോർമർ ഗുജറാത്ത് DGP ഷബീർ ഹുസൈൻ അപ്പോയിൻറ്റഡ് ന്യൂ BCCI ACU, അതായത് ആൻറ്റി കറപ്ഷൻ യൂണിറ്റ് ചീഫായിട്ട് ഷബീർ ഹുസൈൻ, ഫോർമർ ഗുജറാത്ത് DGP ആയ ഷബീർ ഹുസൈനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോർമർ ഗുജറാത്ത് DGP ഷബീർ ഹുസൈൻ ഷെക്കാദം Khandwala has taken over from Ajit Singh as the head of a BCCI's anti-corruption unit. He has been a part of the central government's Lokpal Search Committee. ലോക്പാൽ സെർച്ച് കമ്മിറ്റിയുടെ പാർട്ടായിരുന്നു. അതേപോലെ വിച്ച് മാൻഡേറ്റഡ് ടു അപ്പോയിൻറ്റ് ദ ലോക്പാൽ അപ്പോയിൻറ്റ് ചെയ്ത് വിച്ച് വാസ് മാൻഡേറ്റഡ് ടു അപ്പോയിൻറ്റ് ലോക്പാൽ. അപ്പോൾ ഈ ലോക്പാൽ സെർച്ച് കമ്മിറ്റിയിൽ അംഗം കൂടി ആയിരുന്നു ഈ
ഇപ്പോഴത്തെ BCCI ആൻറ്റി കറപ്ഷൻ യൂണിറ്റ് ചീഫായ ഷബീർ ഹുസൈൻ. അപ്പോൾ ഗുജറാത്ത് DGP എന്ന് പറഞ്ഞു. അപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ ഗാന്ധിനഗറിലാണുള്ളത്. ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ വിജയ് രൂപാണി, ഗവർണർ ആചാര്യ ദേവ്വ്രത് ആണ്. പിന്നെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക്, ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക്, മറൈൻ നാഷണൽ പാർക്ക്, വൻസ്ദ നാഷണൽ പാർക്ക് ഇതൊക്കെ ഗുജറാത്തിലാണുള്ളത്. പിന്നെ ബർദ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പൂർണ്ണ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജംബുഗോഡ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഗുജറാത്തിലാണുള്ളത്. പിന്നെ ഉക്കൈ ഡാം, താപ്തി റിവറിലെ ഉക്കൈ ഡാം ഗുജറാത്തിലാണുള്ളത്. സബർമതി റിവറിലത്തെ ധാരോയ് ഡാം ഗുജറാത്തിലാണുള്ളത്. വെസ്റ്റ് ബാനസ് റിവറിലെ ദന്തിവാഡ ഡാമും ഗുജറാത്തിലാണുള്ളത്. പിന്നെ സോംനാഥ് ടെമ്പിൾ ഗുജറാത്തിലാണുള്ളത്. കാക്രാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ ഗുജറാത്തിലാണുള്ളത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഗുജറാത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. BCCIയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. അപ്പോൾ BCCI ഫൗണ്ടഡ് ഡിസംബർ 1928 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതിൻ്റെ BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയാണ്. പിന്നെ അതിൻ്റെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയാണ്. പിന്നെ അംബേദ്കർ ജയന്തി 2021 സെൻറ്റർ അനൗൺസസ് April 14th ആസ് എ പബ്ലിക് ഹോളിഡേ ടു മാർക്ക് ഡോക്ടർ BR അംബേദ്കേഴ്സ് 130th ബർത്ത് ആനിവേഴ്സറി. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു April 14th പബ്ലിക് ഹോളിഡേ ആയിട്ട് മാർക്ക് ചെയ്യാനും തീരുമാനിച്ചിരിക്കുകയാണ് അംബേദ്കർ ജയന്തി. അപ്പോൾ അംബേദ്കർ ജയന്തി ഇപ്രാവശ്യം 130ാമത്തെ അംബേദ്കർ ജയന്തിയാണ് 2021. അപ്പോൾ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ് ഡിക്ലെയർഡ് ഇൻ എ നോട്ടിഫിക്കേഷൻ ദാറ്റ് April 14th വിൽ ബി എ പബ്ലിക് ഹോളിഡേ ഫോർ ഓൾ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസ് ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസിനൊക്കെ ഒരു ഹോളിഡേ ആയിരിക്കും അന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കർ വാസ് ബോൺ ഓൺ 14th April 1891. He was awarded India's highest civilian honor, the Bharat Ratna in 1990. 1990 ഭാരത് രത്നയും ലഭിച്ചിട്ടുണ്ടായിരുന്നു BR അംബേദ്കറിന്. അപ്പോൾ ഇത്തവണത്തെ BR അംബേദ്കർ ജയന്തി ഒരു പബ്ലിക് ഹോളിഡേ ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ന്യൂസ്, RBI ഡബിൾസ് പേയ്മെൻറ്റ്സ് ബാങ്ക് ലിമിറ്റ് ടു 2 lakh rupees. അപ്പോൾ ഇതുവരെ 1 ലക്ഷം രൂപയായിരുന്നു ലിമിറ്റ്, പേയ്മെൻറ്റ്സ് ബാങ്ക് ലിമിറ്റ് 1 lakh ആയിരുന്നു. അത് 2 lakh rupees ആയിട്ട് മാറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ earlier limit which was in place since 2014 was set at 1 lakh per individual customer for the end of balance of for payment banks. അപ്പോൾ അത് 2 lakh rupees ആയി മാറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. So thank you everyone. Thank you.